ചെറുക്കന്മാരെ അതെ നമ്മൾ അമലയായിട്ടേക്ക് ക്ലിക്കോട് ഉണ്ടാക്കാൻ പോവാണ്. പുള്ളി ജസ്റ്റ് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്തു കൊടുക്കണതാ. നമ്മുടെ സ്ഥിരം ക്യാമറമാനാണ്. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് കൂടെ നമുക്ക് സഹായത്തിനിതാ നമ്മുടെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അവൻ ഫസ്റ്റ് വീഡിയോയിലുണ്ട്, നമ്മുടെ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് പുള്ളി ഒന്ന് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ നമ്മൾ നേരെ പോവാണ് കേട്ടോ. പോയിട്ട് ബാക്കി വിഷ്വൽസ് കാണിക്കാം. 3 മിനിറ്റ് ഇറങ്ങിയിട്ട് കേട്ടോ. അതാ സൈക്കിളിലാണ് യാത്ര. നമ്മുടെ ക്യാമറ ഷാനും ഉണ്ട് കൂടെ. ഇനി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ജീരു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ട് കേട്ടോ. ഒന്ന് മൂഞ്ചി കുത്തിയതാ നേരതെ നമ്മുടെ അമലേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പുള്ളി കുന്നിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടാണ് വീട് വെച്ചേക്കുന്നത്. അവിടെ ഒന്നും പറയാൻ പറ്റില്ലതാ. നമ്മുടെ കഥാനായകനാണ് പക്രു. അഖിൽ ബേബി എന്നാണ് പേരോട്ട് പക്രു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതാ കൂടെ ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട് പുള്ളി കിളിയെ മേടിച്ചിട്ടുണ്ട്. ടോട്ടൽ 1000 രൂപ പൊടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനുള്ളിൽ സെറ്റ് ചെയ്യുന്ന ചട്ടി ഇതിനകത്താണ്. ഇതിനകത്ത് ബേഡുണ്ടോന്ന് അറിയത്തില്ല, എന്നാലും തുറക്കണ്ട. എത്ര സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ ബാക്കി പരിപാടി കാണിച്ചു തരാം. ഇതാ അപ്പോൾ ഇതാണ് കേട്ടോ മെഷ്. യൂസ് ചെയ്യുന്ന മെഷ് ഇതാണ്. അപ്പോൾ നമ്മളിതാ മെഷും കാര്യങ്ങളൊക്കെ ഇതാ നമ്മുടെ ചേട്ടായി അമലേട്ടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം മെഷിന് ഏകദേശം 250 രൂപയായിട്ടുണ്ട്. പുള്ളിക്ക് ലക്കിന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ അതിനുള്ള ബാക്കി പാർട്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇനി കട്ടിങ്ങും ഇതിന്റെ അസംബ്ലി ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അവർക്കറിയാൻ പറഞ്ഞിട്ട് കാര്യത്തിൽ അതെ. ഇത് പക്രു തന്നെ മേടിച്ച പക്രൂന്റെ തന്നെ കണ്ടുകൂടാണ്. ഫുഡ് കൊടുക്കുന്നതാണോ അത്? ഇത് മറ്റേ സൈസ് കെട്ടിയപ്പോ നമ്മൾ വെങ്കല്ല് അരച്ചുണ്ടാക്കുന്ന മണ്ണ്. അപ്പോൾ ഈ നിഷ്കളങ്കമായ മുഖം കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ തുടങ്ങാം. ചെറിയ അർത്ഥം ഉണ്ടാവുള്ളൂ. എനിക്ക് എത്ര അടിക്കുന്ന എന്നിട്ട് ഇപ്പൊ നോർമലായില്ല. ഒരു കണക്കിന് നോർമലായാലും എന്നാടാ ഗുണം? നിങ്ങൾ ചെയ്യാൻ നേരത്ത് ഇതുപോലെ ആ ഫാനിൻ്റെ ആ ഒരു കവറിങ്ങിൻ്റെ അളവ് കറക്റ്റ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞങ്ങൾ ഇതിനു മുമ്പ് അളവ് എടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി എടുക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഒക്കെ നോക്കുക. പിന്നെ കട്ട് ചെയ്യാൻ നേരത്തെ അളവ് മുഖ്യമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. അല്ല പിടിച്ചേ, ഇങ്ങനെ ഈ ഒരു ലെവലിൽ തന്നെ പിടിച്ചോ. പ്ലെയർ ഉണ്ടോ? എടുക്കണ്ട, എൻ്റെ ഉണ്ട്. ഓക്കെ. അപ്പൊ അതെ നമ്മൾ ഈ കൂട് ചെയ്യാനുള്ള മെഷ് ഇതാ ഇതുപോലെ റൗണ്ടിൽ വേണം വെച്ച് കൊടുക്കുക. നമ്മൾ അളന്നിട്ടാണ് റൗണ്ടിൽ വെക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞ് ഇതുപോലത്തെ മെഷ് കട്ട് ചെയ്യാൻ കട്ടറൊന്നും ആവശ്യമില്ല. പിന്നെ എളുപ്പപ്പണിക്കാണ് കട്ടറൊക്കെ യൂസ് ചെയ്തത് കേട്ടോ.
ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആടാ ജസ്റ്റ് നോർമലായിട്ട് റഫായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കിളികൾ തന്നെ അലൈൻ ചെയ്ത് അപ്പൊ നമ്മൾ ഇതുപോലെയാണ് ചട്ടിക്കകത്ത് പുല്ല് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് റഫായിട്ട് ഇട്ടാൽ മതി, വളരെ കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മൾ കൂടിനിടയിൽ കൂടെ വല്ലപ്പോഴും ഇട്ട് കൊടുക്കുന്നൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് ഇതിനകത്തോണ്ട് ഇട്ടോളൂ. ഇനി ഇത് സെറ്റ് ചെയ്യാം. ഇതിനായിട്ട് ഒരു ഹെൽപ്പ് വേണം. ഞാൻ ഇതിന്റെ അടി എവിടെയാ ആ ഫാൻ എവിടെ വരണോ? അല്ല എവിടെയാക്കാം ഡോറേ. ബുദ്ധിമാൻ ചെയ്യാൻ ഈ കമ്പിലൊക്കെ എടുത്ത് കളയുക. പിന്നെ ഉള്ളോട്ട് ഒരു കമ്പി സെന്ററിലല്ലേ? അപ്പൊ ഒരു കമ്പി ഞാൻ ഇവിടെ കണ്ടോ? അല്ല അത് പറയാം. ഇനി ഇങ്ങനെ അതാണ് വലിയ കമ്പി. ഈ മെഷീന്റെ പൈസ അല്ലേ ഉള്ളൂ. ഇത് വെറുതെ അടുത്ത ഭാഗം കാല് ചെറിയ ചോര പോലെ ഉണ്ട്. അതിപ്പോ ശരിയായി. റെഡിയായോ? ഇത് തൂക്കാനുള്ള വള്ളി ഉണ്ടോ ട്ടെ? വള്ളി അത് നൂൽക്കമ്പി വെച്ച് ടൈറ്റ് ആക്കണം. കമ്പിട്ട് കെട്ടാനല്ല. ഇത് തൂക്കിടാനുള്ളേ. എന്ത്
തൂക്കിയിടാൻ ഇതെവിടെ തൂക്കിയിടുന്നേ? ഫ്രണ്ടിൽ ഇവിടെ. അപ്പൊ അവിടെ അപ്പൊ ആണി അടിക്കണ്ട അപ്പം? ഭിത്തി 2 ആണി അടിച്ചിട്ട് ആ ഹുക്കയിലേക്ക് രണ്ടെണ്ണം വലിച്ചാൽ ചേട്ടാ എന്നൊരു കാര്യം ചെയ്യേ, ഇതിന് നീളം ജസ്റ്റ് നൂഹം വെച്ച് 2 ആണി അടിച്ചു ഞാൻ പോയിട്ട്. താഴത്തെ ബാത്റൂമിനോടുള്ള ഇതിൽ ആണി വാങ്ങി വലിയ നീളമുള്ള ആണി ഇരിപ്പുണ്ടോ? 7 ഇഞ്ചിന്റെ അല്ല 3 ഇഞ്ചിന്റെ ആണി? 3 ബൈ. അപ്പൊ ഈ കാണുന്ന ആൾക്കാണ് നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കി കൊടുത്തത്. ഈ കക്ഷി ഒരു പണി എടുത്തിട്ടില്ല, അത് കാശ് മുടക്കി ഇങ്ങനെയാണ് പണിഞ്ഞത് കേട്ടോ. അപ്പൊ കൂടിന്റെ പണി തീർന്നു ഇനി കിളിയെ ഇട്ടാ മതി. ചെറുതാക്കി ഒന്ന് ക്ലോസപ്പ് കൊടുത്തേ, പുള്ളി ഒന്ന് എടുത്ത് കാണിച്ചു തരും കേട്ടോ. ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന വേറൊന്നിനുമല്ല, നമ്മുടെ ഫാനിന്റെ ആ 2 ഹോളുണ്ട്, ആ ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കിളിക്കൂടിന്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ചെറിയൊരു കൂടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാനിന്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഷീൽഡ് വെക്കൂലെ, ആ ഷീൽഡും നമ്മളൊരു 250 രൂപയ്ക്ക് അവരായിട്ടായി ഒരു ഗ്രില്ലും മേടിച്ചിട്ടുണ്ട്. അത് വെച്ചാൽ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ഇത് സെറ്റ് ചെയ്യാൻ പോണേ, കിളിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അതിനെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ കിളിക്കൂടിന്റെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി. പിന്നെ നമ്മൾ പിറ്റേ ദിവസം വന്നാണ് കിളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. മച്ചാമാരെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വെറും 250 രൂപ ചിലവേ വന്നിട്ടുള്ളൂ ആ ഒരു മെഷീൻ മേടിച്ചതിന്. പിന്നെ ആ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അഡീഷണലാണ്. അത് നമുക്ക് വേണമെങ്കിൽ വെക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ കിളികൾ നമുക്ക് ചീപ്പ് റേറ്റിലൊക്കെ കിട്ടും. ടോട്ടൽ ഏകദേശം 500 രൂപ താഴെ നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ. ആ ചട്ടിയൊക്കെ പുള്ളി മേടിച്ചുകൊണ്ട് വന്നതാണ് പുള്ളിയുടെ ഒരു താല്പര്യത്തിന്. നമ്മളെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലവ് വന്നേക്കുന്നത് ആകെ ആ മെഷീന് മാത്രമേ ഉള്ളൂ. കൂട് നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. DIY വർക്കാണ്. അപ്പോൾ ഇതൊരു വ്ളോഗ് പോലെ ചെയ്തതൊരു നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന പ്രതീക്ഷയോടെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. സോ ബൈ ഫ്രം വില്ലേജ് ജീനിയസ്.